കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 52ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക ഗിവിങ് കറക്ഷൻസ്. ഇന്നലെ നമ്മൾ കണ്ടു ജീവിതത്തിൽ വരുന്ന തിരുത്തലുകളൊക്കെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന്. ഇന്ന് നമ്മൾ കാണുകയാണ് എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ തിരുത്തേണ്ടത്. കൊച്ചുത്രേസ്യയുടെ ചിന്തകളിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നോക്കുക. ഈ ഒരു അവസരത്തിൽ പുണ്യവതി ഈ ദർശനത്തിലേക്ക് എത്താൻ സഹായിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒന്നാമതായിട്ട് ഫ്രാൻസിസ് സെയിൽസ് തിരുത്തലുകൾ നൽകുന്നതിൽ സൗമ്യതയും ഉപമയും കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് കൊച്ചുത്രേസ്യയുടെ സമീപനത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ആവിലായിലെ തെരേസ മറ്റുള്ളവരെ നയിക്കുന്നതിൽ സ്നേഹത്തിനും അനുകമ്പയ്ക്കും അമ്മ ത്രേസ്യ നൽകിയ ഊന്നൽ തിരുത്തലുകളെക്കുറിച്ചുള്ള കൊച്ചുത്രേസ്യയുടെ ധാരണയെ രൂപപ്പെടുത്തുകയുണ്ടായി. മൂന്നാമതായിട്ട് പൗലോസ്ലീഹായിലേക്കാണ് നോക്കുക. അദ്ദേഹം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം: സഹോദരരെ, ഒരുവൻ ഏതെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ. നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. തിരുത്തലുകൾ നൽകുന്നതിൽ സൗമ്യതയുടെ പ്രാധാന്യം ഈ വാക്യം എടുത്തു കാണിക്കുന്നതായിട്ട് കൊച്ചുത്രേസ്യ മനസ്സിലാക്കി. വീണ്ടും പൗലോസ്ലീഹ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം: പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. തിരുത്തലുകൾ നൽകുന്നതിൽ സ്നേഹത്തിൻ്റെ ആവശ്യകതയെ ഇത് ഊന്നിപ്പറയുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചുത്രേസ്യയുടെ ഈ നൽകുന്ന തിരുത്തലുകൾ ആ ഒരു ദർശനത്തിലേക്ക് നോക്കുമ്പോൾ അതിനൊരു 5 തലങ്ങളായിട്ട് വിവരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ജെൻറ്റിൽനെസ്, മാന്യത. രണ്ടാമതായിട്ട് ഹ്യൂമിലിറ്റി ഇൻ കറക്ഷൻസ്, തിരുത്തുന്നതിലുള്ള എളിമ. മൂന്നാമതായിട്ട് ഇൻറ്റൻഷൻ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ നിയോഗങ്ങൾ. നാലാമതായിട്ട് ടൈംലെസ് ആൻഡ് സെൻസിറ്റിവിറ്റി. അഞ്ചാമതായിട്ട് സ്പിരിച്വൽ സപ്പോർട്ട്. നമുക്ക് ഈ 5 തലങ്ങളിലേക്കും ഒന്ന് നോക്കാം. ഒന്നാമതായിട്ട് ജെൻറ്റിൽനെസ്. മറ്റുള്ളവരെ തിരുത്തുമ്പോൾ പരിശുദ്ധയേക്കാൾ അനുകമ്പയ്ക്ക് ഊന്നൽ നൽകി സൗമ്യവും സ്നേഹപൂർവമായ സമീപനങ്ങൾക്കായിട്ട് കൊച്ചുത്രേസ്യ എപ്പോഴും നിലകൊണ്ടിരുന്നു. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു: നമ്മളെപ്പോഴും സൗമ്യതയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവോടുകൂടി തിരുത്തണം. അവൾ പറയുകയാണ്, തിരുത്തുമ്പോൾ ദേഷ്യത്തോടും വാശിയോടും കൂടിയൊന്നുമല്ല, സ്നേഹത്തോടും സൗമ്യതയോടും കൂടി വേണം നമ്മളത് ചെയ്യുവാനെന്ന്. അവളൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: നമുക്ക് ദയയോടെ സംസാരിക്കാം, കാരണം അത് മനസ്സിലാക്കുന്നതിലേക്ക് നയിക്കുന്നു. അപ്പോൾ ദയയോടുകൂടി പെരുമാറുകയാണെങ്കിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമെന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. അതാണ് അവൾ കണ്ടെത്തിയ മാന്യത. രണ്ടാമത്തെ തലം എന്ന് പറയുക ഹ്യൂമിലിറ്റി ഇൻ കറക്ഷൻസ്. തിരുത്തലുകൾ നൽകുന്നത് സ്വന്തം തെറ്റുകൾ തിരിച്ചറിഞ്ഞ് എളിമയുടെ തലത്തിൽ നിന്ന് വരണമെന്ന് കൊച്ചുത്രേസ്യ വിശ്വസിച്ചിരുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു: മറ്റുള്ളവരെ തിരുത്താൻ ഒരാൾ ആദ്യം വിനയാന്വിതനായിരിക്കണം, സ്വന്തം തെറ്റുകളെക്കുറിച്ച് ബോധവാനായിരിക്കണം. കൊച്ചുത്രേസ്യ പറയുകയാണ്, നിങ്ങൾ തിരുത്തുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ തിരുത്തുവാനായിട്ട് പോവുകയാണെങ്കിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് വിനയമാണ്. എന്നിട്ട് ആ വിനയം കിട്ടാൻ വേണ്ടി അവൾ പറയുകയാണ്, നമ്മളും ബലഹീനരാണ്, നമുക്കും തെറ്റുകളുണ്ട്, നമ്മളെ തെറ്റുകളെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടായിരിക്കണം. അവൾ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുകയാണ്: വിനയം ഫലപ്രദമായ തിരുത്തലിൽ നിന്നുള്ള വാതിൽ തുറക്കുന്നു. നീ വിനയമുള്ള വ്യക്തിയാണെങ്കിൽ നിനക്ക് മറ്റുള്ളവരെ നന്നായിട്ട് തിരുത്തുവാനായിട്ട് സാധിക്കും. അതിനുള്ള വാതിൽ നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നുവെന്നാണ് പുണ്യവതി പറഞ്ഞു വയ്ക്കുക. മൂന്നാമത് ഇൻറ്റൻഷൻ ഓഫ് ലവ്. മറ്റൊരാളെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ തിരുത്തലുകൾ നൽകുന്നതിനുള്ള പ്രാഥമിക പ്രചോദനം സ്നേഹമായിരിക്കണം. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ പറയുന്നു: എല്ലാ തിരുത്തലുകളും സ്നേഹത്തിൽ വേരൂന്നിയതിലായിരിക്കണം. നോക്കിയേ,
തിരുത്തലുകൾ കൊടുക്കുമ്പോഴും കൊച്ചരേസ്യയുടെ പ്രത്യേകത തന്നെ എല്ലാം സ്നേഹത്തിലേക്കാണ് അവൾ വലിച്ചിടുക. അവൾ പറയുന്നത് തിരുത്തലുകൾ കൊടുക്കുമ്പോൾ പോലും അത് സ്നേഹത്തിൽ വേരൂന്നിയതായിരിക്കണം. അവളൊരു എഴുത്തിൽ അവളിങ്ങനെ പറയുന്നു, ഞാൻ തിരുത്തുകയാണെങ്കിൽ അത് സഹായിക്കാൻ മാത്രമാണ്, ഉപദ്രവിക്കാനല്ല. അവൾക്ക് ഉറച്ച ബോധ്യമാണ്, എൻ്റെ തിരുത്തലുകൾ മൂലം ആരും നഷ്ടപ്പെടാനായിട്ട്, ആരും വേദനിക്കുവാനായിട്ട് പാടുകയില്ല, ഞാൻ ഉപദ്രവിക്കുകയില്ല, അവർക്കത് സഹായകമായി തീരണം. നാലാമത്തെ തലം എന്ന് പറയുക ടൈംലിനെസ് ആൻഡ് സെൻസിറ്റിവിറ്റി. തിരുത്തലുകൾ വാഗ്ദാനം ചെയ്യുന്നതിനുള്ള ശരിയായ നിമിഷത്തോട് സംവേദനക്ഷമത പുലർത്തേണ്ടതിൻ്റെ പ്രാധാന്യം കൊച്ചരേസ്യ എടുത്തു പറയുന്നു. അവ നിരുത്സാഹപ്പെടുത്തുന്നതിന് പകരം സൃഷ്ടിപരമാണെന്ന് നമ്മൾ ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അവളുടെ ആത്മകഥയിൽ അവളിങ്ങനെ പറയുന്നു, തിരുത്തലിനുള്ള ശരിയായ നിമിഷം നിർണായകമാണ്, അത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. അവർ പറയണത് എപ്പോഴും ദേഷ്യം തോന്നുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അന്നേരം പോയി കയറി പിടിക്കുക എന്നുള്ളതല്ല, അതിനൊക്കെ അതിൻ്റേതായ ഒരു സമയമുണ്ടെന്നാണ് പുണ്യവതി പറയുക, അതിനൊക്കെ അതിൻ്റേതായ ശ്രദ്ധ പുലർത്താനുണ്ടെന്നാണ് പുണ്യവതി അമ്മയെ ഓർമ്മപ്പെടുത്തുക. അന്തിമ വചസ്സുകളിൽ അവൾ ഇപ്രകാരം പറയുന്നു, സമയത്തിന്, അതായത് ടൈമിങ്, ഒരു തിരുത്തലിനെ സ്നേഹനിർഭരമായ പ്രവൃത്തിയാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ടൈമിങ്ങിൽ നമ്മൾ തിരുത്തുകയാണെങ്കിൽ അത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിയായിട്ട് മാറും. അസ്ഥാനത്താണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായിട്ടും ഇടവരുത്തും. അപ്പോൾ നമ്മുടെ തിരുത്തലുകൾ ടൈമിങ്ങിലായിരിക്കണം. അതാണ് അതിൻ്റേതായ ഒരു സമയമെന്ന് പറയുക. അതിനനുസരിച്ചുള്ള ഒരു സൗമ്യതയെ നമുക്കുണ്ടാകണം. സെൻസിറ്റിവിറ്റിയോട് കൂടി ഇത് കൈകാര്യം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. അഞ്ചാമതായിട്ട് സ്പിരിച്വൽ സപ്പോർട്ട്. അവരുടെ ആത്മീയ യാത്രകളിൽ മറ്റുള്ളവരെ പിന്തുണയ്ക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി തിരുത്തലുകൾ നൽകുന്നത് കൊച്ചരേസ്യ വീക്ഷിച്ചു. അവളവിടെ ആത്മകഥയിൽ ഇങ്ങനെ കുറിക്കുന്നു, എൻ്റെ സഹോദരിമാരെ പിന്തുണയ്ക്കുവാനുള്ള എൻ്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് തിരുത്തൽ നൽകുക. അപ്പോൾ സഹോദരികളുമായിട്ടുള്ള ഒന്നിച്ചുള്ള ജീവിതത്തിൽ പറയുകയാണ്, ഞാനവരെ തിരുത്താനുണ്ട്, അത് അവരെ പിന്തുണയ്ക്കുവാനുള്ള എന്നിൽ നിക്ഷിപ്തമായിരിക്കും പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ്. തിരുത്തേണ്ടത് ആവശ്യമാണ്, വളർച്ചയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ തിരുത്തുക. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, തിരുത്തുക എന്നത് പരസ്പരം വളർച്ചയുടെ ഉത്തരവാദിത്വത്തിൽ പങ്കുചേരുക എന്നാണ്. എത്ര മനോഹരമായിട്ട് അവൾ കുറിച്ച് വയ്ക്കുക. മറ്റുള്ളവരെ തിരുത്തുക എന്ന് പറയുന്നത് പരസ്പരമുള്ള വളർച്ച, അതിൻ്റെ ഈ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്, ഈ ഉത്തരവാദിത്വത്തിൽ പങ്കുചേരുക എന്നാണ് അവൾ പറഞ്ഞു വയ്ക്കുക. സ്നേഹമുള്ളവരെ, തിരുത്തലിൻ്റെ 5 തലങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ആധ്യാത്മിക തലത്തെയും മനഃശാസ്ത്ര തലത്തെയും സാമൂഹിക തലത്തെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളത് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആധ്യാത്മിക തലം. സ്നേഹം, വിനയം, സൗമ്യമായ തിരുത്തൽ എന്നിവയിൽ കേന്ദ്രീകൃതമായ ഒരു ആത്മീയതയെ വിശുദ്ധ കൊച്ചരേസ്യയുടെ ടീച്ചിങ്സ് പ്രോത്സാഹിപ്പിക്കുകയും വ്യക്തിത്വ വളർച്ചയെയും സമൂഹത്തെയും ലക്ഷ്യമാക്കുകയും ചെയ്യുന്നു. രണ്ടാമതായിട്ട് മനഃശാസ്ത്രപരമായ തലം. തിരുത്തലുകൾ നൽകുന്നതിനുള്ള വിശുദ്ധ കൊച്ചരേസ്യയുടെ സമീപനം ആരോഗ്യപരമായ വ്യക്തിബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ദയയുടെയും മനസ്സിലാക്കലിൻ്റെയും പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു. മൂന്നാമതായിട്ട് സാമൂഹ്യ തലം. കൊച്ചരേസ്യയുടെ അനുകമ്പയുള്ള തിരുത്തലിൻ്റെ മാതൃക കൂടുതൽ പിന്തുണയുള്ള സമൂഹങ്ങളിലേക്ക് നയിച്ചേക്കാം. അവിടെ വ്യക്തികൾ പരസ്പരം പരിപോഷിപ്പിക്കുന്ന അന്തരീക്ഷത്തിൽ വളരുവാനായിട്ട് ഇത് ഏറെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, കൊച്ചരേസ്യ തിരുത്തലുകൾ നൽകേണ്ടതിനെക്കുറിച്ചാണ് പറഞ്ഞു വെച്ചത്. ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എപ്രകാരമാണ് ഞാൻ മറ്റുള്ളവരെയൊക്കെ തിരുത്തുക? അതവർക്ക് ഉപകാരമാണോ, അത് ഉപദ്രവമായി തീരുക? നമുക്കൊരു 1-2 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാം. ഒന്നാമതായിട്ട്, ആരെയെങ്കിലും തിരുത്തേണ്ടി വരുമ്പോൾ ഞാൻ സാധാരണയായിട്ട് എങ്ങനെ പ്രതികരിക്കും? സൗമ്യതയോടും സ്നേഹത്തോടും കൂടിയാണോ എൻ്റെ പ്രതികരണങ്ങൾ? രണ്ടാമതായിട്ട്, എൻ്റെ തിരുത്തലുകൾ മോഹഭംഗങ്ങളെക്കാൾ സ്നേഹത്താൽ പ്രചോദിതമാണെന്ന് ഉറപ്പാക്കാൻ എനിക്ക് എങ്ങനെയാണ് സാധിക്കുക? മൂന്നാമതായിട്ട്, മറ്റുള്ളവരുമായുള്ള ആശയവിനിമയത്തിൽ പ്രത്യേകിച്ച് ഫീഡ്ബാക്ക് നൽകുമ്പോൾ എനിക്ക് ഏതെല്ലാം വിധങ്ങളിൽ എളിമ വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. കൊച്ചരേസ്യ തിരുത്തലുകൾ നൽകിയ രീതി നമ്മുടെ ആത്മീയതയും ബലപ്പെടുത്തുവാനായിട്ട് ഉപകരിക്കട്ടെ. നമുക്ക് ഒന്നുചേർന്ന് ഈ നിമിഷം പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവ തിരുമനസ്സുള്ള പൂർണ്ണമായ കയ്യാളിപ്പിൻ്റെയും ദർപ്പണമായ വിശുദ്ധ കൊച്ചരേസ്യയെ
ഞങ്ങളെ നീ ദയോടെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസ്സിൻ്റെ ആരംഭവശയെ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തുവല്ലോ. ആ മാതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവരെ, പുണ്യവതിയോട് നമുക്ക് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഒന്നാമതായിട്ട് മാന്യമായിട്ട് മറ്റുള്ളവരെ തിരുത്തുവാനുള്ള ഒരു കൃപ വാങ്ങിത്തരണമേ എന്ന് നമുക്ക് പുണ്യവതിയോട് അപേക്ഷിക്കാം. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ മൗനമായിട്ട് ഈ നിമിഷം സമർപ്പിക്കാം. ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസിയോയിലെ വിശുദ്ധ ചെറുപുഷ്പത്തെ ഞങ്ങളേറെ സ്നേഹത്തോടും അഭിമാനത്തോടും കൂടി ഓർക്കുകയാണ്. നീ അവൾക്ക് നൽകിയ ജ്ഞാനത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. മറ്റുള്ളവരെ തിരുത്തുന്ന കാര്യത്തിൽ പോലും ആത്മീയതയുടെ നിറവിൽ നിന്ന് ചെയ്യുവാനായിട്ട് പുണ്യവതിക്ക് സാധിച്ചല്ലോ. ഈശോ, നീ നൽകിയ കൃപ മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. മറ്റുള്ളവരെ തിരുത്തേണ്ടി വരുമ്പോൾ ഈശോയെ, ഞങ്ങളെ നീ വേണ്ട വിധത്തിൽ വഴി നടത്തണമേ. ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ലിസിയോയിലെ ഞങ്ങളുടെ കൊച്ചുറാണി, മറ്റുള്ളവരോട് ചേർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ തിരുത്തേണ്ടി വരുമ്പോൾ അത് സൗമ്യതയോടുകൂടി ചെയ്യുവാൻ, അതിൻ്റെ ടൈമിംഗ് ഒക്കെ മനസ്സിലാക്കി ചെയ്യുവാനായിട്ട്, സ്നേഹത്തോടു കൂടി ചെയ്യുവാനായിട്ട്, മറ്റുള്ളവരെ അതിലൂടെ വളർത്തുവാനായിട്ട് ഞങ്ങളെ നീ സഹായിക്കണമേ. നീ കാണിച്ചതുപോലെ തന്നെ ആത്മീയ തലങ്ങളിലേക്ക് ഉയർത്തുവാനായിട്ട് ഞങ്ങളുടെ തിരുത്തലുകളൊക്കെ ഞങ്ങളെയും മറ്റുള്ളവരെയും സഹായിക്കട്ടെ. അതിനുവേണ്ടി നിൻ്റെ ഈശോയോട് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുദേശിയായുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗത്തിലീശോദൻ